ഞാൻ ദിലീപൻ ചേട്ടാന്ന് വിളിക്കണോ ദീപ്തൻ ചേട്ടാന്ന് വിളിക്കണോ? ദിലീപൻ ദീപ്തൻ തന്നെ വിളിക്കണം. അങ്ങനെ വിളിക്കണം. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഒരു ദിലീപൻ എന്ന് കഴിഞ്ഞിട്ട് ദീപ്തൻ എന്ന് പറഞ്ഞ ഒരു ലക്കി പേരാണത്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് പേരിടാൻ വേണ്ടിട്ട് 3 പേര് ഞാൻ സെലക്ട് ചെയ്തു. ഏതൊക്കെയാ 3 പേര്? ഒന്ന് ശിക്കാറ്, ഒന്ന് സ്വരരാഗം, പിന്നെ 3 ദീപ്തം. ഈ 3 പേരിൽ ഏതെങ്കിലും ഒരു ഇടണം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വട്ടട്ടി ഇരുന്നിട്ട് അതൊരു നറക്ക് പോലെ ഇട്ടു. ഓ ഓക്കെ. അപ്പൊ ഫസ്റ്റ് എന്നെ നറുക്കെടുത്തത് എന്റെ മൂത്ത മകൻ എടുത്തപ്പോണ്ട് ദീപ്തം. 3 പ്രാവശ്യമാണ് നമ്മൾ എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എടുത്തപ്പോ ദീപ്തം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കിലുക്കി ഭാര്യ എടുത്തു, അപ്പോഴും ദീപ്തം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ ഫിക്സ് ചെയ്ത് തന്നെയല്ല, ആ സംഭവം പേര് എന്നോട് കൂടിയ സമയം തൊട്ട് വളരെയധികം ലക്ക് തന്നെയാണ്. ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് നിൽക്കാൻ നേരില്ല, ഓട്ടം തന്നെയാണ്. ഓട്ടത്തോടോട്ടം. ചേട്ടൻ തന്നെയാണ് ഓടിക്കുന്നതും? ഞാനല്ലേ ഡ്രൈവറല്ലേ. എവിടെയാ ഓട്ടോ സ്റ്റാൻഡ്? എവിടെയാ? ഏതാ സ്ഥലം? എവിടെയാ? തൃശ്ശൂര് വല്ലച്ചിറ. അപ്പൊ തൃശ്ശൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ദീപ്തം എന്ന ഓട്ടോ നോക്കുക. നമ്മുടെ ഈ ചേട്ടനായിരിക്കും. നമുക്കപ്പോ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ പാട്ട്, ഡാൻസ്, മിമിക്രി ഇതിൽ ഏതായിരിക്കും കിട്ടുക? അതായത് മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, വാടകയിൽ പോകുമ്പോ ഞാൻ മിമിക്രി ഒന്നും ചെയ്യില്ല. കാരണം അവരെ വലിയൊരു സംഖ്യയൊക്കെ വെച്ചിട്ട് 350-400 രൂപയുടെ വാടകകളൊക്കെ പോകുമ്പോ മിമിക്രി കളിച്ച് അങ്ങനെ പോയിട്ട് കാര്യമില്ല. അവരെ സുരക്ഷിതമായിട്ട് എത്തിക്കണം. നമുക്ക് റിട്ടേൺ വരുമ്പോ ഞാൻ പലപ്പോഴും മിമിക്രി ചെയ്യാറുണ്ട്. റിട്ടേൺ വരുമ്പോ ആരും ഉണ്ടാവില്ലല്ലോ വണ്ടിയിൽ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പാലക്കിൽ ഒരു പാടത്തെത്തിയപ്പോ ഒരു ചേച്ചി കൈയാട്ടി. അങ്ങനെ ആ ചേച്ചി കൈയാട്ടി കയറി. അപ്പൊ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ഒരു 4 സ്റ്റോപ്പ് പോയി അവിടെ ചെന്നിറങ്ങുമ്പോൾ 10 രൂപയാണ് നമുക്ക് കിട്ടുക. റിട്ടേൺ 10 രൂപ കിട്ടുള്ളൂ, അല്ലാണ്ട് വാടക മേടിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളങ്ങോട്ട് ചേച്ചി കയറി അങ്ങനെ ഇരുന്ന് ആ കാര്യം ഞാൻ ഒരു സ്റ്റോപ്പ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മറന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ സൗണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം, കുറെ നാളായി എന്ന് വിചാരിച്ചിട്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചപ്പോഴോ ചേച്ചി, അതെ മോനെ വണ്ടി ഒന്ന് നിർത്തിയാൻ, ഞാൻ ഇവിടെ ഇറങ്ങാം. ഇതെന്ത് ഓർമ്മയുണ്ടോന്ന് ചോദിക്കുന്നു. ഞാൻ തിപ്പന്നല്ല നിന്റെ വണ്ടിയിൽ കയറി, നിനക്ക് വല്ല പ്രാന്തുണ്ടാ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി, ഞാനൊരു മിമിക്രിക്കാരനാണ്. അപ്പൊ മിമിക്രി ആയിട്ട് ഇങ്ങനെ പോണ കാരണം എന്തൊട്ട് ക്രിമി, നിനക്കൊരു ക്രിമിയും ഇല്ല, നിനക്ക് പ്രാന്ത് തന്നെയാ, എന്നെ ഇവിടെ ഇറക്കിക്കോന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. പിന്നീട് എവിടെയെങ്ങാണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ കൂടി ഒന്ന് കണ്ട്, ഇത് എൻ്റെ ഫേസ്ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെ കണ്ട് ടിക്ടോക്ക് ഒക്കെ കണ്ടപ്പോ ഒരു ദിവസം ആ ചേച്ചി കണ്ടിട്ട് പറഞ്ഞു, മോൻ നല്ലൊരു മിമിക്രിക്കാരനാണല്ലേ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു. വളരെയധികം സന്തോഷം. ഇപ്പൊ ആ ചേച്ചി ടി വി കാണുമ്പോ അതിലേറെ സന്തോഷം. ഓ ദൈവമേ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ. അപ്പൊ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് ഒരു ചെറിയ ശിക്ഷ ഞാൻ അങ്ങോട്ടേക്ക് തരികയാണ്. വേറെ ഒന്നുമല്ല, താര തിരുമറി. നമ്മളൊരു ഡയലോഗ് ഇവിടെ കേൾപ്പിക്കും. എന്നിട്ട് ഞാൻ പറയും, വേറെ ആരെങ്കിലും വോയിസ് ആയിരിക്കും എടുക്കേണ്ടത്. ആരാന്ന് ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ സ്പോട്ടിലേ പറയുള്ളൂ. പണിയാണത്, പണി. അപ്പൊ എന്തായാലും നമുക്ക് ഡയലോഗ് കേട്ടോ. മിമിക്രിക്കാരനായിട്ട് ജനിച്ചു പോയില്ലേ, കേൾക്കാം. ശ്രമിക്കാം. പുഴയുടെ കര പിടിച്ച് നടന്ന രാജുവേട്ടന്റെ അറബിക്കടൽ, അതിനെ എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാൽ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലെത്തുക തന്നെ ചെയ്യും. മൊയ്തീൻ ഇമോഷണൽ ആണ്. ഇരുവഴിഞ്ഞി അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മനസ്സിലായല്ലോ ഈ ഡയലോഗ്? ഈ ഡയലോഗ് മനസ്സിലായി. പിന്നെ ആരാണ് ഇതിന്റെ പിന്നിൽ വരുന്നെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുക. വെരി സിമ്പിൾ. MS തൃപ്പൂണിത്തുറ സാർ. ഈശ്വരാ, 8ന്റെ പണിയില്ല, 8, 8, 16ന്റെ പണിയാണ് സത്യം. അല്ലേക്ക ആ ശബ്ദം എടുക്കാന്ന് പറഞ്ഞ വലിയൊരു പാടുള്ള ഒരു സൗണ്ടാണ്. ചെയ്ത് നോക്കാനാ പറഞ്ഞ. ചെയ്തോ? ചെയ്യാം. ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടല, ഇരുവഴിഞ്ഞി പുഴ അറബിക്കടലിൽ ഉള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. മൊയ്തീന്റെ വാക്കാണ് സത്യം. അടിപൊളി. സൂപ്പറായി. അപ്പൊ ഇനിയിപ്പോ അജിക്കോ ചേട്ടന്റെ ഐറ്റംസ് ഒക്കെ ഓരോന്ന് പോരട്ടെ. ആദ്യമായി ശങ്കരാടി സാറിന്റെ. ഓക്കെ, ശങ്കരാടി സാറിന്റെ വോയിസ്. ഒരു പശുവിന്റെ പാല് വിറ്റ് തുടങ്ങിയതാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടിയന്മാരായ 50 പശുക്കൾ നിന്ന് വിലസുന്നു. അങ്ങാടിയിൽ 5 മുറി കട പണതു, 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ. അറിയാമോ? എന്നാ അറിയണം. 10,000 എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ നോക്ക്. നല്ല 1-ാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ തരാം നിങ്ങൾക്ക്. മുഴുവൻ ലാഭ. ഒരിത്തിരി തവിട്, ഒരിത്തിരി തേങ്ങ പിണ്ണാക്ക്, പിന്നെ പാലിങ്ങനെ സാറാ പാറാന്ന് വരിക. ഇനി ലാലു ലക്സ്. കേക്കാം. ചെന്നിനായകം കാന്താരി മുളക് നാടൻ കോഴിമുട്ട അസല് വാറ്റയാദായം. ഇതിനെ വെല്ലാൻ വേറെ ഒരു മരുന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ആര് കണ്ടുപിടിക്കണം? മുനിമാര് കണ്ടുപിടിക്കണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 92-93 കാലഘട്ടത്തിൽ ആ പാണ്ടിക്ക് ഒരു അശോക ലൈലൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ അത് അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇന്നും ഗതി വരില്ലായിരുന്നു.
തകർത്തു അല്ലേ? നല്ലായിരുന്നു. സൂപ്പർ. നമുക്ക് അപ്പൊ ഇനി അടുത്ത പെർഫോമൻസ്. അടുത്ത് സുകുമാരൻ സാർ. ഓക്കെ. അമ്മടിക്കള്ളി ആരെങ്കിലും കണ്ടാലേ കുഴപ്പമുള്ളൂ, കണ്ടില്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ. പണ്ടങ്ങാണ്ടെപ്പോഴോ ചക്ക വീണ ഒരു മൊയില് എത്തുന്ന കരുതി എന്നും ചക്ക വീണ മൊയില് ചാവോ സ്വാമി. മിസ്റ്റർ അയ്യർ, വി ആർ ഓൾ പബ്ലിക് സർവൻസ്. അതുകൊണ്ട് തന്നെ മുകളിലിരിക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഒന്നില്ലെങ്കിലും നമ്മൾ ഒരേ തൂവൽ പക്ഷികളല്ലേ, കൊടുത്താൽ പിടിക്കുന്നവരല്ലേ നിങ്ങൾ CBI. ഇനിയുമുണ്ടോ പെർഫോമൻസുകൾ ഓരോന്നായിട്ട്? ഇനിയില്ലേ? അപ്പൊ ഇത്രയും ചെയ്തല്ലേ നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിക്കാം. നാദിക എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. താങ്ക് യു. അതിന് ഒരു എനർജി ഉണ്ടായിരുന്നു. വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിരിക്കാനും അല്ലെങ്കിൽ കേട്ടിരിക്കാനും നമുക്ക് കാണാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് നിങ്ങളുടെ ടോട്ടൽ ആ ഒരു ബോഡി ലാംഗ്വേജിലുണ്ട്, പെർഫോമൻസിലുണ്ട്. നല്ലായിരുന്നു. താങ്ക് യു. ശബ്ദങ്ങൾ തിരഞ്ഞെടുത്ത 3 ശബ്ദങ്ങളും നീതി പുലർത്തുക എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ഇനിയിപ്പോ ഓട്ടോയിൽ കയറുന്നവര് പറയുമല്ലോ, നമ്മള് കണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ അങ്ങനെ ആരും ഇറങ്ങി പോവല്ലോ. ഇനിയിപ്പോ അതുപോലെ മിമിക്രി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കോമഡി മാസ്റ്റേഴ്സിൽ അവതരിപ്പിച്ച ആ ഐറ്റം ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ദീപ്തം നോക്കും. പിന്നെ ഇദ്ദേഹം ഓട്ടോ വരുന്നുണ്ട്. ഇനി അവരറിഞ്ഞില്ലെങ്കിൽ പുള്ളി ചോദിക്കും, കോമഡി മാസ്റ്റേഴ്സ് കാണാറില്ലേ നിങ്ങൾ? ഇപ്പൊ ചെയ്ത സംഭവം ദീപ്തമായിരുന്നു. താങ്ക് യു. താരവിളയാട്ടം എന്ന് പറയുന്നതിൽ തന്നെ നന്നായിട്ട് താങ്ക് യു ചേട്ടാ. തിളങ്ങി. ഇനി ഇതുപോലെ കൂടുതൽ തിളങ്ങട്ടെ, എന്നുവെച്ചാൽ കൂടുതൽ ദീപ്തമാവട്ടെ. അങ്ങയുടെ ജീവിതവും ദീപ്തമാവട്ടെ. താങ്ക് യു. യെസ്, ഓവർ ടു യു ദേവി ചേച്ചി. എനിക്ക് ചേട്ടൻ്റെ ഭയങ്കര നിഷ്കളങ്കത എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വന്നപ്പോൾ തൊട്ട് വളരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കണ്ട. സാധാരണ എല്ലിനെ വന്ന് ചോദിക്കാം എന്ത് ചെയ്യുന്നു, എവിടെ ഒന്നുമില്ല, എല്ലാം അങ്ങ് ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ. അതിന്ന് മൊത്തം ഫുൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും കെമിസ്ട്രിയും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ആ ഒരു നിഷ്കളങ്കത എപ്പോഴും ഉണ്ടാവട്ടെ. അതിന് ആ പെർഫോമൻസിലും ഉണ്ടായിരുന്നു, ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. നന്നായി നന്നായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. കോസ്റ്റ്യൂമിലും മാച്ചാ. അതാണ് നിങ്ങൾ പറഞ്ഞിട്ട പോലെ ഉണ്ട്. നിങ്ങളെ പാന്റ് മോന്റെയാ, താഴെ അയ്യോടോ, അത്ര വലുതാണോ മോൻ? ഷൂ മൂത്തോന്റെയാ. ഷർട്ട് പിന്നെ ഭാര്യ പറഞ്ഞു ഒരു പുതിയ ഷർട്ട് ഇട്ടെന്ന് പോണെന്ന് പറഞ്ഞു. ഓക്കെ, ഭാര്യയുടെ പേര് എങ്ങനെയാ? ബീന. ബീന. മക്കളുടെ പേര്? മക്കളുടെ പേര് ദീപക് ദിലീപൻ, ഹൃദിക് ദിലീപൻ. എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം. അതെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. വീട്ടിലിത് ഈ എപ്പിസോഡ് എല്ലാ എപ്പിസോഡുകളും കാണാറുണ്ട്. അപ്പൊ ഈ എപ്പിസോഡ് കാണുമ്പോ എല്ലാവരും കണ്ണു നിറയും. ഞങ്ങൾക്കാണ് സന്തോഷം. കാരണം ചേട്ടനെ പോലത്തെ ഒരു ജെമ്മായിട്ടില്ല. ഇപ്പൊ തൃശ്ശൂർ വന്നാൽ ഞങ്ങൾ ചേട്ടനെ കാണണം എന്നില്ല. പക്ഷെ ഇവിടെ വന്ന് നമുക്ക് ഇത്രയും പെർഫോമൻസ്, ഇത്രയും വർത്താനം പറയുന്നൊരു ചേട്ടനെ ഇനിയിപ്പോ തൃശ്ശൂർ വന്നാൽ നമുക്ക് പറയാം. നമുക്ക് ഉണ്ട് അവിടെ ആള്. നമ്മുടെ ദിലീപൻ അവിടെ ഉണ്ട്. നമുക്ക് പറയാം. ഭയങ്കര ഫോഴ്സ് അല്ലേ, IAS അല്ലേ, സർവീസ് അല്ലേ. ശരി, അപ്പൊ എന്തായാലും നമ്മൾ വരും, നമ്മൾ മീറ്റ് ചെയ്യും. പോകുന്നതിന് മുമ്പ് എനിക്കറിയാം ചേട്ടൻ്റെ ഒരു പെർഫോമൻസും കൂടെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഇപ്പൊ വേണ്ട. പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ചോണ്ട് നമുക്ക് ലാസ്റ്റ് സർപ്രൈസ്. അതിന് മുമ്പ് വേറെ കാര്യമുണ്ട്. നമ്മുടെ റേറ്റിംഗ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് മാസ്റ്റേഴ്സ്. 3 താരങ്ങളുടെ ശബ്ദമല്ലേ ഇത്? അതെ, 3 സ്റ്റാർ. 3 സ്റ്റാർ. സൂപ്പർ. അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിന്റെ 3 സ്റ്റാർസ് ആണ് ലഭിച്ചിരിക്കുന്നത്.